ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. താലി എടുത്ത് കെട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പൂവ് എറിഞ്ഞൊക്കെ അനുഗ്രഹിക്കുകയാണ്. ആകാശാണെങ്കിൽ പ്രീതിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണേ. അതുപോലെ തന്നെ നമ്മുടെ അശ്വിനും. എന്നിട്ട് ശ്രുതി ആണെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ അശ്വിൻ അങ്ങ് കൈ പിടിച്ച് വലിച്ചിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മനോരമ, എൻ്റെ മൈ ഗോഡ്, ഈ അശ്വിൻ ബേബി എവിടെ പോയതാ? ശ്രുതിയെയും കാണുന്നില്ലല്ലോ. അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും മനോരമേ. ഇതാ വരുന്നു. അല്ല ശ്രുതി, നീ എവിടെ പോയതായിരുന്നു? ഞാനൊന്ന് വാഷ്റൂമിൽ പോയതായിരുന്നു മാഡം. ഇതെന്താ കുഞ്ഞൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. എങ്കിൽ നമുക്ക് ഗൃഹപ്രവേശത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അഞ്ജലി, നീ ആ വിളക്കെടുത്തിട്ട് വാ. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവാട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും കൂടി വിളക്കും ദാലൊക്കെ ആയിട്ട് നമ്മുടെ പ്രീതിയെയും ആകാശിനെയും സ്വീകരിക്കാൻ പോകുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ മനോരമ പറയുന്നുണ്ട്, ഇന്നു മുതൽ ഈ വീട്ടിൽ എനിക്കൊരു ശത്രു കൂടി ഉണ്ടാവാൻ പോവാ. അവൾ ഇനി എന്തൊക്കെയാണാവോ ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഞാനൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ ആൻറ്റി നോക്കി നിൽക്കുന്നേ? ഈ വിളക്ക് അങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും. അങ്ങനെ മനോരമ വിളക്ക് നമ്മുടെ പ്രീതിക്ക് കൊടുക്കുകയാണേ. അപ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഈ വീടിന് പ്രത്യേക ഒരു ആചാരമുണ്ട്. അഞ്ജലി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതെ, ഈ വീടിന് പ്രത്യേക ഒരു ആചാരമുണ്ട്. ചെറുക്കൻ വധുവിനെ എടുത്തിട്ട് വേണം വീടിനകത്ത് പ്രവേശിക്കാൻ എന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. എന്താടാ നീ സംശയിച്ച് നിൽക്കുന്നേ? നിന്റെ ഭാര്യയെ നിനക്കെടുക്കാൻ പറ്റില്ലേ? ഇപ്പോഴാണ് ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഞാൻ വലഞ്ഞു പോയേനെ. ഭാഗ്യത്തിന് ഞങ്ങളുടെ കല്യാണത്തിന് നിന്റെ അമ്മ മെലിഞ്ഞുണങ്ങി പെൻസിലിന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആകാശ് അങ്ങ് ചിരിച്ചു പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രീതിയെ എടുത്തുകൊണ്ട് ആകാശ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മധുരം കൊടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞ് എല്ലാവരും മധുരം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മനോരമ ചോദിക്കുന്നുണ്ട്, ഈ അശ്വിൻ ബേബിയെ കാണുന്നില്ലല്ലോ, ശ്രുതിയെയും കാണുന്നില്ല. അവർ വല്ല അത്യാവശ്യത്തിനു വേണ്ടി പോയതായിരിക്കും. നമുക്ക് ചടങ്ങ് തുടങ്ങാം എന്ന് പറയാട്ടോ അഞ്ജലി. ആ സമയത്ത് പ്രമീള ചോദിക്കുന്നുണ്ട്, അല്ല രാധേ, ഈ ശ്രുതി ഇത് എവിടെ പോയി കിടക്കുക? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും പ്രമീള എടുത്തി. അശ്വിൻ സാറിന്റെ കൂടെ പോയതാ എന്ന് പറഞ്ഞിട്ട് അമ്മായി പുറത്തേക്ക് നോക്കുമ്പോൾ ദാ ശ്രുതി വന്നല്ലോ എന്ന് പറയണേ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരിക്കും കേട്ടോ. രണ്ടുപേരും വലത് കാൽ വെച്ചിട്ടാണ് കേട്ടോ കയറുന്നത്. ഇവരെ കണ്ട് ആകെ ഞെട്ടിയിരിക്കണേ എല്ലാവരും. ആ സമയത്ത് എല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവരോട്. കുഞ്ഞ, ശ്രുതി, നിങ്ങളെന്താ ഇങ്ങനെ? എന്താ കുഞ്ഞ, നിങ്ങൾക്ക് ഇത് എന്തു പറ്റി? എൻ്റെ മൈ ഗോഡ്, വാട്ട് ഐ എം സീയിങ്. ഇവരെന്താ തമാശ കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അമ്മായി, ശ്രുതി, നിങ്ങൾക്ക് ഇത് എന്തു പറ്റിയതാ? എന്താന്ന് വെച്ചാ പറ എന്ന് പറയുമ്പോഴേക്കും പ്രമീള വന്നിട്ട്, ശ്രുതി, നിന്നോടാ ചോദിച്ചത്. എന്താ ഇതിനൊക്കെ അർത്ഥം? നിങ്ങളിതെവിടെയായിരുന്നു? പറയാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയാണ്, എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരവാണിത്. ഞാൻ ശ്രുതിയെ കല്യാണം കഴിച്ചു. കുഞ്ഞ, നീ എന്താ പറഞ്ഞേ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നോ? എന്താ ഇങ്ങനെ? ശ്രുതി, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കട്ടോ അഞ്ജലി. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി ആലോചിക്കുന്നുണ്ട് അശ്വിൻ അവിടെ വെച്ച് നടത്തിയ ഡീലിനെ കുറിച്ച്. എന്താ ശ്രുതി, നിന്റെ ചേച്ചിക്ക് വേണ്ടി നീ എന്തിനും തയ്യാറാകുമല്ലോ? അതെ സർ, തയ്യാറാകും. എങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്ക്. ഇന്നിവിടെ വെച്ച് എൻ്റെ കല്യാണം നടക്കാൻ പോവാ. വരാൻ ഞാൻ തന്നെ. വെറും 6 മാസത്തേക്കുള്ള ഡീൽ. എന്താ സർ, എന്താ നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ? അതോ 6 മാസത്തേക്കോ? നിങ്ങൾക്കിത് എന്തു പറ്റി സർ? നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അസംബന്ധമല്ല ശ്രുതികുമാരി ലക്ഷ്മി, നടക്കാൻ പോകുന്ന സത്യം. ആലോചിച്ചിട്ട് പറ. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുമ്പോൾ അശ്വിൻ അങ്ങ് കൈ പിടിച്ച് നിർത്തുക കേട്ടോ. സാറിന് ഇത് എന്ത് പറ്റി? സാറിന് എങ്ങനെ ഇത് എന്നോട് പറയാൻ തോന്നുന്നു? നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ കണ്ണീര് തുടയ്ക്കാൻ റെഡി ആയിക്കോ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞ അശ്വിൻ അങ്ങ് പോവാട്ടോ. നിൽക്കണം സർ, നിങ്ങൾ പറഞ്ഞ ഡീലിന് എനിക്ക് സമ്മതം എന്ന് പറയാട്ടോ ശ്രുതി. അതോടൊപ്പം തന്നെ നല്ലപോലെ കരയുന്നുണ്ട് കേട്ടോ ശ്രുതി. എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ അന്ന് മണ്ഡപത്തിലോട്ട് പോകുന്നത്. അഞ്ജലി ആണെങ്കിൽ അശ്വിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതെന്താ കുഞ്ഞ, കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? വെറുതെ അങ്ങ് പോയി മാല എടുത്ത് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആചാരപ്രകാരം തന്നെ നടത്താമായിരുന്നല്ലോ. അല്ലാതെ നീ ആരോടും പറയാതെ ഇങ്ങനെ പോയി ചെയ്യണമായിരുന്നു എന്നിങ്ങനെ അഞ്ജലി പറയുമ്പോൾ പ്രമീള വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നത് സത്യമാണോ? അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുക കേട്ടോ. അപ്പോൾ പ്രമീള ഒന്ന് മുഖത്ത് കൊടുക്കുന്നുണ്ട്. എന്താ പ്രമീളയെടുത്തി, എനിക്കിനി ജീവിക്കണ്ട,
ഇവൾ കാരണം നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രമീള കരയുന്ന നേരത്ത് അമ്മായി വന്ന് പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ശ്രുതി, നിന്നെ സ്നേഹിച്ചിരുന്ന ഞങ്ങളോട് ഈ ചതി നീ ചെയ്യേണ്ടിയിരുന്നില്ല. ആളുകളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ശ്യാമാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഉത്തരമായിട്ട് നമ്മുടെ അശ്വിൻ പറയുന്നതാണ്, അതെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, അതിനപ്പുറം നോ മോർ എക്സ്പ്ലനേഷൻ, അതിനപ്പുറം ആരും എന്നോട് ഇതിനെക്കുറിച്ച് ഇനി ചോദിക്കാൻ വേണ്ട എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്